പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മലയാളികൾ ഓണം ആഘോഷിക്കുന്ന ദിവസമാണ്. എല്ലാവർക്കും ഈ ഓണ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഹാപ്പി ഓണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്: നിന്റെ മൂഡ് ഏത് മൂഡാണ്? എന്താണ് ചോദ്യം? നിന്റെ മൂഡ് ഏത് മൂഡാണ് എന്നാണ്. പിള്ളേർ പറയുന്നത് ഓണം മൂഡാണ് എന്ന് പറയും, അല്ലെങ്കിൽ ഓണം വൈബാണെന്ന് പറയും. ഈശോ പറയുന്നത് നമ്മുടെ ഒരു മൂഡിനെ കുറിച്ചാണ്, സെലിബ്രേഷനെ കുറിച്ചാണ്, ആഘോഷത്തെക്കുറിച്ചാണ്. ഈശോയോട് കൂടെ ആയിരിക്കുന്നവർ ആഘോഷിക്കും എന്നാണ് ഈശോ പറയുന്നത്. കാരണം ഈശോ മണവാളനാണ്. മണവാട്ടി മണവാളൻ്റെ സാന്നിധ്യത്തിൽ ആഘോഷിക്കുന്നവളാണ്. കൈയടിച്ച് നന്ദി പറയാം. അപ്രകാരം ജീവിതം മുഴുവൻ ഈശോയുടെ മണവാട്ടിയായി ജീവിച്ചുകൊണ്ട്, ആഘോഷിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കിയ ഒരു വലിയ വിശുദ്ധയുടെ, നമ്മുടെ പ്രിയപ്പെട്ട മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണെന്ന് നമുക്ക് കൈയടിച്ച് കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്താം. മദർ തെരേസ നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ദേശത്തിന്, നമ്മുടെ രാജ്യത്തിന്, ലോകം മുഴുവനും അഭിമാനമാണ്, ആനന്ദമാണ്. കാരണം അവൾ ഈശോയാകുന്ന ആ പുതിയ വീഞ്ഞിനെ തൻ്റെ ഹൃദയമാകുന്ന തോൽക്കുടത്തിലേക്ക് സ്വീകരിച്ചു എന്ന്. ഈശോയെ തനിക്കിഷ്ടമുള്ള രീതിയിൽ ഈശോയെ മാറ്റിയെടുക്കുകയല്ല, ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൾ തന്നെ മാറ്റിയെടുത്തു. അവൾ ഒരു പുതിയ തോൽക്കുടമായി. രണ്ടാമതായി, അവൾ ഈശോയാകുന്ന വസ്ത്രത്തെ കീറിയെടുത്ത് തൻ്റെ ജീവിതത്തോട് തുന്നിച്ചേർക്കാനല്ല പരിശ്രമിച്ചത്. അവൾ ഈശോയാകുന്ന പുതിയ വസ്ത്രത്തെ അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ട് തൻ്റെ പഴയ വസ്ത്രം മുഴുവൻ അങ്ങനെ തന്നെ എടുത്തു മാറ്റി ഈശോയാകുന്ന വസ്ത്രം ധരിച്ച് ഈ ഭൂമിയിൽ ഈശോയുടെ പ്രകാശവും ഈശോയുടെ സുഗന്ധവുമായി വ്യാപരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണ് മദർ തെരേസ ഈ ഭൂമിക്ക് മുഴുവൻ ഒരു ഓണമായി മാറിയത്. ഭൂമിക്ക് മുഴുവൻ അവൾ തിരുവോണമായി മാറി. ഈശോയെ ജീവിച്ചുകൊണ്ട്, സ്നേഹമായി ജീവിച്ചുകൊണ്ട്, സമാധാനമായി ജീവിച്ചുകൊണ്ട്, സാഹോദര്യമായി ജീവിച്ചുകൊണ്ട് അവൾ ഭൂമിക്ക് മുഴുവൻ ഓണമായി മാറി. അച്ഛൻ്റെ ചോദ്യം ഇതാണ്: നീ ഭൂമിക്ക് മുഴുവൻ സ്നേഹമായി മാറുമോ? നീ ഭൂമിക്ക് മുഴുവൻ സമാധാനമായി മാറുമോ? നീ ഭൂമിക്ക് മുഴുവൻ സാഹോദര്യമായി മാറുമോ? ഭൂമിക്ക് മുഴുവൻ സേവനമായി മാറുമോ? അങ്ങനെ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഓണമായി മാറുന്നത്. നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവർക്ക് സന്തോഷമായി, ആഘോഷമായി മാറേണ്ടത്. ഈശോയുടെ ജീവിതം നമുക്ക് എന്നും നിലനിൽക്കുന്ന ആഘോഷമാകുന്നത് പോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒരു ജീവിതമായി മാറാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ മദർ തെരേസയുടെ പ്രത്യേകമായ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ അപരന് സേവനമായും ശുശ്രൂഷയായും ത്യാഗമായും മാറേണ്ടതിന് പകരം നമ്മൾ സ്വാർത്ഥതയിലും അഹങ്കാരത്തിലും അസൂയയിലും വിദ്വേഷത്തിലും വഞ്ചനയിലും കാപഢ്യത്തിലുമൊക്കെ കള്ളത്തിലുമൊക്കെ വ്യാപരിച്ചു പോയ സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം.